സംസ്ഥാനത്തെ SDPI ഓഫീസുകളിൽ ഇ ഡി റെയ്ഡ്, തിരുവനന്തപുരത്തെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലും മലപ്പുറത്തും റെയ്ഡ് പുരോഗമിക്കുന്നു. രാജ്യത്തെ 10 സംസ്ഥാനങ്ങളിലെ 12 കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടക്കുന്നു എന്നാണ് വിവരം. തിരുവനന്തപുരത്ത് നിന്ന് രാഹുൽ നാഥ് ചേരുന്നുണ്ട്, അതുപോലെ മലപ്പുറത്ത് നിന്ന് അരുൺ അമൃതനാഥും. രാഹുൽ, എപ്പോഴാണ് റെയ്ഡ് തുടങ്ങിയത്? രാവിലെ 9:30 മണിക്ക് തന്നെയാണ് ഇവിടെ റെയ്ഡ് തുടങ്ങിയത്. SDPIയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ്, ഇത് പാളയത്ത് സാബല്യം കോംപ്ലക്സിന് നേരെ പുറകുവശത്താണ് ഈ കെട്ടിടമുള്ള 4 നില കെട്ടിടമാണ്. 2ാം നിലയിലാണ് SDPIയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് പ്രവർത്തിക്കുന്നത്. ആ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലാണ് 9 കൂടി രഹസ്യമായി ED ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയത്. സ്വകാര്യ വാഹനങ്ങളിലാണ് എത്തിയത്. റെയ്ഡ് ഇപ്പോഴും പുരോഗമിക്കുകയാണ്. വലിയ സുരക്ഷാ വലയമാണ്. CRPFന്റെ ഉദ്യോഗസ്ഥർ ഓഫീസിന് ചുറ്റുപാടുമുണ്ട്. അത്തരത്തിൽ റെയ്ഡ് പുരോഗമിക്കുകയാണ്. എന്തായാലും ഇത്തരത്തിൽ PFI പല ഘട്ടങ്ങളിൽ SDPI എന്ന സംഘടനയെ സ്വാധീനിച്ചിട്ടുണ്ട്. അത് സാമ്പത്തികമായി, നയപരമായി, ഒപ്പം സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതിലും ഇത്തരത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന കണ്ടെത്തലിന്റെ ഭാഗമായാണ് ഇപ്പോൾ എന്തായാലും റെയ്ഡ് നടക്കുന്നത്. ഒപ്പം അതിന്റെ ഭാഗമായാണ് SDPI ദേശീയ പ്രസിഡന്റ് MK ഫൈസി ഉൾപ്പെടെയുള്ളവർ അറസ്റ്റിലായിട്ടുള്ളത്. അതിനുശേഷം എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാജ്യത്തെ 12 ഇടങ്ങളിൽ ഇപ്പോൾ റെയ്ഡ് നടക്കുകയാണ്. അതിന്റെ ഭാഗമായാണ് തിരുവനന്തപുരം സംസ്ഥാന കമ്മിറ്റി ഓഫീസിലും റെയ്ഡ് നടക്കുന്നത്. സംസ്ഥാന നേതാക്കൾ ഉള്ളിലുണ്ടോ എന്നുള്ളതിനെ പറ്റി നമുക്കറിയില്ല, കാരണം ആരെയും ഉള്ളിലേക്ക് കടത്തിവിടുന്നില്ല. എന്തായാലും 9:30 മണി മുതൽ EDയുടെ പരിശോധന തിരുവനന്തപുരത്ത് തുടരുകയാണ്. മലപ്പുറത്തുനിന്ന് അരുൺ അമൃതനാഥ് കൂടിയുണ്ട്. അരുൺ, മലപ്പുറത്ത് ഏതൊക്കെ കേന്ദ്രങ്ങളാണ് റെയ്ഡ് നടക്കുന്നത്? വിപുലമായ പരിശോധനാ സംഘമാണോ ഉള്ളത്? അതെ, ED ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ CRPF ഉദ്യോഗസ്ഥരും സുരക്ഷാ വലയം തീർത്തുകൊണ്ട് ഈ കെട്ടിടത്തിന് താഴെയായി നിൽക്കുന്നുണ്ട്. മലപ്പുറം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ മാത്രം കേന്ദ്രീകരിച്ചാണ് ദിവീഷ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. അതായത് ഈ അനധികൃതമായി കള്ളപ്പണം വെളുപ്പിച്ചതിനെ തുടർന്ന് ദേശീയ പ്രസിഡന്റ് MK ഫൈസി അറസ്റ്റിലായതിനെ തുടർന്ന് രാജ്യവ്യാപകമായി തന്നെ ഇത്തരത്തിൽ EDയുടെ പരിശോധനയുണ്ട്. മലപ്പുറത്തും തിരുവനന്തപുരത്തും സമാനമായ രീതിയിൽ പരിശോധന നടക്കുന്നു. മലപ്പുറത്തെ പരിശോധന ഏകദേശം 10 മണിക്ക് ആരംഭിച്ചതാണ്, 10:30 ആരംഭിച്ചതാണ്. ഇപ്പോൾ 1.5 മണിക്കൂറും പിന്നിട്ട് പരിശോധന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. റെയ്ഡ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. പ്രധാനമായും ഇത്തരത്തിൽ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട രേഖകളും മറ്റുമാണ് പരിശോധിക്കുന്നത്. MK ഫൈസിയുമായി നടത്തിയ സാമ്പത്തിക ഇടപാട് പരിശോധിക്കുന്നുണ്ട്. അത്തരത്തിലൊരു സാമ്പത്തിക ക്രമക്കേടുമായി ചുറ്റിപ്പറ്റിയുള്ള ഒരു അന്വേഷണം തന്നെയാണ് ED നടത്തുന്നത്. അതിന്റെ ഭാഗമായി കൂടിയാണ് ഈ റെയ്ഡ് എന്തായാലും നടത്തുന്നത്. എന്തായാലും മലപ്പുറം കേന്ദ്രീകരിച്ച് നടത്തിയ ഇടപാടുകളെല്ലാം തന്നെ പരിശോധിക്കും എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ 1.5 മണിക്കൂർ പിന്നിട്ടിട്ടും റെയ്ഡ് പുരോഗമിക്കുക തന്നെയാണ്. ദിവീഷ്, രാജീവ്. ശരി, കേരളത്തിലെ തിരുവനന്തപുരം, മലപ്പുറം, ഒപ്പം തന്നെ ആന്ധ്രാപ്രദേശിലെ നാൻഡ്യാൽ, ജാർഖണ്ഡിലെ പാക്കൂർ, മഹാരാഷ്ട്രയിലെ താനെ, ബംഗളൂരു, ചെന്നൈ, കൊൽക്കത്ത, ലക്നൗ, ജയ്പൂർ എന്നീ ഇടങ്ങളിലാണ് SDPIയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ EDയുടെ റെയ്ഡ് പുരോഗമിക്കുന്നത്. കേരളത്തിൽ 2ഇടത്താണ്, ഒന്ന് തിരുവനന്തപുരത്തും മറ്റൊന്ന് മലപ്പുറത്തും. തിരുവനന്തപുരത്ത് അവരുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ തന്നെയാണ് റെയ്ഡ് നടക്കുന്നത്. മറ്റു നേതാക്കളുടെ, പ്രവർത്തകരുടെയോ അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളുടെ ഒന്നും വീട്ടിൽ റെയ്ഡ് നടക്കുന്നതായിട്ടുള്ള വിവരമില്ല. ഓഫീസുകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ റെയ്ഡ് നടക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്.